ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് അർച്ചന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി പാഠഭാഗങ്ങളാണല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ 3 ചാപ്റ്ററുകളാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് 4ാമത്തെ ചാപ്റ്ററാണ്. ഇതുവരെ പറഞ്ഞ വീഡിയോ എല്ലാം എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമ്പത്തും ലോകവും നോക്കാം. എന്താണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഈ പാഠഭാഗത്തിൻ്റെ ആദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് വായിച്ചു നോക്കാം. ലോകം തുറക്കുകയും അതിൻ്റെ നിധിശേഖരങ്ങളും അതിശയങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്ത അക്കാലം എത്ര അത്ഭുതകരമായിരുന്നിരിക്കണം. സമുദ്രങ്ങളും പുത്തൻ ഭൂഖണ്ഡങ്ങളും അളവറ്റ സമ്പത്തുമെല്ലാം തുറക്കൂ സിസേം എന്ന ഒറ്റ മാന്ത്രിക വചനത്തിനായി കാത്തിരുന്ന പോലെ ഒന്നൊന്നായി കണ്ടുപിടിക്കപ്പെട്ടു. അന്തരീക്ഷം പോലും ഈ സാഹസികതയുടെ മാന്ത്രികതയാൽ നിറഞ്ഞിരിക്കണം. അപ്പോൾ 15ാം നൂറ്റാണ്ടിലെ സാഹസികമായ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു എഴുതിയൊരു പുസ്തകം ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ നടത്തുന്ന പരാമർശമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. 15ാം നൂറ്റാണ്ടിൽ എന്തുണ്ടായി? ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക എന്നീ ഭൂപ്രദേശങ്ങൾ എത്തിച്ചേർന്ന ഭൂപ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന യൂറോപ്യർ സവിശേഷമായ ഒട്ടേറെ കാഴ്ചകൾ കാണുകയും ഉണ്ടായി. പുതിയ സമുദ്രപാതകൾ തുറന്നിട്ട ഈ അത്ഭുത കാഴ്ചകളെക്കുറിച്ചാണ് 1001 രാവുകളിലെ ആലിബാബയും 40 കള്ളന്മാരും എന്ന കഥയെ സൂചിപ്പിച്ചുകൊണ്ട് നെഹ്റു ഇങ്ങനെ എഴുതിയത്. തുറക്കൂ സിസേം എന്ന രഹസ്യവാക്കിനാൽ തുറക്കുന്ന കാട്ടിലെ ഗുഹയിൽ കള്ളന്മാർ സൂക്ഷിച്ചിരുന്ന നിധിശേഖരം കണ്ട ആലിബാബയുടെ അത്ഭുതത്തോടാണ് ഇതര ഭൂഖണ്ഡങ്ങൾ കണ്ട യൂറോപ്യരുടെ അതിശയത്തെ നെഹ്റു ഉപമിക്കുന്നത്. ലോക ചരിത്രത്തിൻ്റെ പിൽക്കാല ഗതിവിധികളെ നിർണയിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് 15-16 നൂറ്റാണ്ടുകളിലെ യൂറോപ്യരുടെ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളും പുതിയ ഭൂപ്രദേശങ്ങളുടെ കണ്ടെത്തലും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പറയുന്ന ഇവയുടെ ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കാം. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുള്ള 2 സംഭവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതും അതുപോലെ തന്നെ പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നതും. 2 കാര്യങ്ങളാണ് പറയുന്നത് ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. എന്തൊക്കെയാണവ? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതും അതുപോലെ തന്നെ പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിച്ചേർന്നതും. ഈ സംഭവങ്ങൾ ലോകത്താകമാനം ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഏഷ്യയിൽ നിന്നുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് എത്തിയിരുന്ന കരമാർഗം അടയ്ക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് യൂറോപ്യർ ഇവ ലഭ്യമാകുന്ന നാട്ടിലേക്കുള്ള ഭൂമിശാസ്ത്ര പര്യവേഷണ യാത്രകൾക്കും തുടർന്ന് പുതിയ പ്രദേശങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾക്കും തുടക്കം കുറിച്ചു. പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്തുള്ള ഗിനിയയിൽ എത്തിച്ചേർന്നത് മറ്റൊരു നാഴികക്കല്ലായിരുന്നു. തുടർന്ന് വന്ന സമുദ്രയാത്രകളും ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളും ലോകചരിത്രത്തെ മാറ്റി എഴുതി. ഈ യാത്രാ പരമ്പരകളോടെ ലോകത്താകമാനം യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിക്കുകയാണ് ഉണ്ടായത്. ക്രമേണ എന്ത് ചെയ്തു? ഈ യൂറോപ്യൻ സംസ്കാരം മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു എന്നും പറയുന്നുണ്ട്. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. കുരുമുളകും യൂറോപ്യരും. ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും ഔഷധ ആവശ്യങ്ങൾക്കുമായാണ് കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ യൂറോപ്യർ ഉപയോഗിച്ചിരുന്നത്. ഇവ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ഈ പാത അടയ്ക്കപ്പെട്ടതോടെ കടൽമാർഗത്തിലൂടെയെങ്കിലും ഏഷ്യയിലേക്ക് പുതിയൊരു വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യർ നിർബന്ധിതരായി. അപ്പോൾ ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താണ് കണ്ടെത്തേണ്ടത്? ഈ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും ഈ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്ര തീരത്താണെന്നും തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോകത്തെ മാറ്റിമറിച്ച ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോർച്ചുഗലും സ്പെയിനുമാണ്. പിന്നീട് നെതർലൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും പുതിയ പ്രദേശങ്ങളുടെ കണ്ടെത്തലിലും അധിനിവേശത്തിലും പങ്കാളികളാവുകയും ചെയ്തു. ഈ രാജ്യങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഭൂപടത്തിൽ നിങ്ങൾ കണ്ടെത്തിയല്ലോ. ഈ രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് സഹായകമായി. സമുദ്ര പര്യവേഷണ യാത്രകൾക്ക് ഈ രാജ്യങ്ങളെ സഹായിച്ച മറ്റ് ഘടകങ്ങളും ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന്, മഹാസമുദ്രങ്ങൾ മുറിച്ചു കടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണം. അതുപോലെ തന്നെ കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം. ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണ. സൈനിക ശേഷി, സമുദ്രയാത്ര അനുഭവങ്ങൾ, ഭൂപട നിർമ്മാണം, വാന നിരീക്ഷണം എന്നീ മേഖലകളിൽ നേടിയ പുരോഗതി.
ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സമുദ്ര പര്യവേഷണ യാത്രകൾക്ക് ഈ രാജ്യങ്ങളെ സഹായിച്ച മറ്റ് ഘടകങ്ങൾ എന്ന് നമുക്ക് പറയാം. എന്തൊക്കെയാണ്? മഹാസമുദ്രങ്ങൾ മുറിച്ചു കടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണം, കടലിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം, ഭരണാധികാരികൾ നൽകിയ ശക്തമായ പിന്തുണ, സൈനിക ശേഷി, സമുദ്രയാത്രാനുഭവങ്ങൾ, ഭൂപട നിർമ്മാണം, വാനനിരീക്ഷണം എന്നീ മേഖലകളിൽ നേടിയ പുരോഗതി. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള ഭാഗമാണ് യൂറോപ്യർ ഇതര ഭൂഖണ്ഡങ്ങളിലേക്ക്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കായിരുന്നു യൂറോപ്യരുടെ ആദ്യത്തെ പര്യവേഷണ യാത്രകൾ. ആഫ്രിക്കയിലെ നൈജർ സമതലത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്കുള്ള സമുദ്രയാത്രകൾക്ക് പോർച്ചുഗലിനെ പ്രധാനമായും പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? യൂറോപ്യരുടെ ആദ്യ പര്യവേഷണ യാത്രകൾ എങ്ങോട്ടായിരുന്നു എന്നാണ് പറയുന്നത്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കായിരുന്നു അല്ലേ? കാരണം എന്താണ്? ആഫ്രിക്കയിലെ നൈജർ സമതലത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവാണ്. ഓക്കെ, 1415 മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചെടുത്തതോടു കൂടിയാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത്. അപ്പോൾ ആഫ്രിക്കയിൽ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത് എപ്പോഴാണ്? 1415 മൊറോക്കൻ തീരത്തുള്ള സ്യൂത്ത എന്ന് പറയുന്ന സ്ഥലം അവർ പിടിച്ചെടുത്തു. ഈ പ്രദേശം ക്രമേണ പോർച്ചുഗലിന് ധാന്യങ്ങളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ശേഖരിക്കുന്ന ഇടമായി മാറുകയാണ് ഉണ്ടായത്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള ബൊജാദർ മുനമ്പ് മുറിച്ചു കടക്കുക എന്നത് പോർച്ചുഗീസുകാർക്ക് ഏറെ ക്ലേശകരമായ ഒരു കാര്യമായിരുന്നു. 1434 അവർക്ക് അതിന് സാധിച്ചതോടെ അവർക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തുള്ള മറ്റ് പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ എളുപ്പമായി. തൽഫലമായി അടിമകളുടെയും സ്വർണത്തിന്റെയും വ്യാപാരത്തിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പോർച്ചുഗീസ് രാജാവിന് സാധിച്ചു എന്നും പറയുന്നുണ്ട്. ഇത് കൂടുതൽ യാത്രകൾ സംഘടിപ്പിക്കുവാൻ പോർച്ചുഗീസുകാർക്ക് പ്രേരണയായി. മാത്രമല്ല, ആഫ്രിക്കൻ വൻകരയ്ക്ക് പുറമെ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമീപത്തുള്ള അറ്റ്ലാന്റിക് ദ്വീപുകളിലും പോർച്ചുഗീസുകാർ ക്രമേണ കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ആഫ്രിക്കൻ തീരത്തെ പര്യവേഷണങ്ങളും അറ്റ്ലാന്റിക് ദ്വീപുകളിലെ കോളനിവൽക്കരണവും ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്താനുള്ള പോർച്ചുഗീസുകാരുടെ യാത്രാ പരമ്പരകൾക്ക് പശ്ചാത്തലം ഒരുക്കി എന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് പറയുന്നത്? അതിൽ കോളനിവൽക്കരണം എന്താണ് എന്ന് പറയുന്നുണ്ട്. ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് കോളനിവൽക്കരണം. ഇങ്ങനെ സ്ഥാപിക്കുന്ന കോളനികളിൽ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ആധിപത്യത്തിലൂടെ ചൂഷണം നടത്താൻ അധീശ രാജ്യങ്ങൾ ശ്രമിച്ചു. ഇതാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ അറ്റ്ലാന്റിക് ദ്വീപുകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് അറ്റ്ലാന്റിക് ദ്വീപുകൾ. മദൈര, അസോറസ്, കാനറി, കേപ്പ് വെർദ് എന്നിവയാണ് ഇവയിൽ പ്രധാന ദ്വീപുകൾ എന്ന് പറയുന്നുണ്ട്. ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ? മദൈര, അസോറസ്, കാനറി, കേപ്പ് വെർദ്. ഇത് എവിടെയാണുള്ളത്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഈ അറ്റ്ലാന്റിക് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. കാർഷികോൽപാദന കേന്ദ്രമായും തുറമുഖ കേന്ദ്രമായും ഈ ദ്വീപുകളെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ ആധിപത്യം സ്ഥാപിച്ച പോർച്ചുഗീസുകാർ ആഫ്രിക്കയിൽ ഇടപെടാനുള്ള പ്രധാന കേന്ദ്രമായും ഏഷ്യൻ സഞ്ചാരത്തിന് പോകുന്ന കപ്പലുകൾക്ക് വെള്ളവും ഭക്ഷണവും ലഭ്യമാകുന്ന ഇടത്താവളമായും ഈ ദ്വീപുകളെ ഉപയോഗപ്പെടുത്തി. പിന്നീട് കാനറി ദ്വീപുകൾ സ്പെയിനിന്റെ നിയന്ത്രണത്തിലായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ അറ്റ്ലാന്റിക് ദ്വീപുകളുണ്ടല്ലോ, ഇതിൻ്റെ മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എവിടെയൊക്കെയാണ് ഇതിലുള്ള മദൈര, അസോറസ്, കാനറി, കേപ്പ് വെർദ് ദ്വീപുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഈ ഒരു മാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോർച്ചുഗീസ് നാവികനായ ബെർത്തലോമിയോ ഡയസ് 1488 ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ അഥവാ ശുഭപ്രതീക്ഷാ മുനമ്പിൽ എത്തിച്ചേർന്നു. ആരാണ്? പോർച്ചുഗീസ് നാവികനായ ബെർത്തലോമിയോ ഡയസ്. എപ്പോഴാണ്? 1488. എവിടെ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്? ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ ശുഭപ്രതീക്ഷാ മുനമ്പിൽ എത്തിച്ചേർന്നു. പ്രക്ഷുബ്ധമായ കടൽ മറികടന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനാകാതെ അദ്ദേഹം തിരികെ പോയി. ഇതേ തുടർന്ന് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഭേദിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കപ്പലുകൾ നിർമ്മിച്ചു. അതിനുശേഷം ഈ പാത തന്നെ പിന്തുടർന്ന് സമുദ്രയാത്ര ആരംഭിച്ച വാസ്കോഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി 1498 ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാട് തീരത്തെത്തി. ഇതോടെ ഏഷ്യൻ പ്രദേശങ്ങളിലെ യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കമിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് വന്നത്? പോർച്ചുഗീസ് നാവികനായ ബെർത്തലോമിയോ ഡയസ്. ഇദ്ദേഹത്തിന് പ്രക്ഷുബ്ധമായ കടൽ മറികടന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല.
അപ്പോൾ അദ്ദേഹം തിരികെ പോയി. പിന്നീട് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഭേദിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലുകളെല്ലാം ഉണ്ടാക്കി തിരിച്ചു വന്നു. അതിനുശേഷം ഈ പാത തന്നെ പിന്തുടർന്നൊരു സമുദ്രയാത്ര ആരംഭിച്ച വാസ്കോഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി 1498 ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാട് തീരത്തെത്തിച്ചേർന്നു. ഇത് എന്തിന് തുടക്കമിട്ടു എന്നാണ് പറയുന്നത്? ഇതോടെ ഏഷ്യൻ പ്രദേശങ്ങളിലെ യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കമിട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളിൽ പങ്കാളിയായ മറ്റൊരു രാജ്യം സ്പെയിൻ ആയിരുന്നു. പോർച്ചുഗീസുകാരെ പോലെ ദൈർഘ്യമേറിയ കടൽ തീരവും സമുദ്രയാത്രാ പാരമ്പര്യവും അവർക്കും ഉണ്ടായിരുന്നു. സ്പെയിനിലെ ഭരണാധികാരികളായ ഫെർഡിനൻഡിൻ്റെയും ഇസബെല്ലയുടെയും സഹായവും പര്യവേഷകർക്ക് ലഭിച്ചിരുന്നു. സ്പെയിനിൻ്റെ സാമ്പത്തിക സഹായത്തോടെ 1498 ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയുടെ തെക്കുകിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബഹാമാസ് ദ്വീപിൽ എത്തിച്ചേർന്നു. അന്നുവരെ യൂറോപ്പിൽ അറിയപ്പെടാതിരുന്ന ഈ ഭൂഖണ്ഡത്തിന്റെ കണ്ടെത്തലിലേക്ക് ഇത് നയിച്ചു. ഇതോടെ ഈ ഭൂപ്രദേശവും യൂറോപ്യൻ അധിനിവേശത്തിനും ചൂഷണത്തിനും വിധേയമായി തീർന്നു. പുതിയ ലോകം അഥവാ ന്യൂ വേൾഡ് എന്ന് വിശേഷിക്കപ്പെട്ട ഈ ഭൂപ്രദേശം പിന്നീട് അമേരിക്ക എന്നറിയപ്പെട്ടു. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പ്രിൻസ് ഹെൻറി. ആരാണ് പ്രിൻസ് ഹെൻറി? പോർച്ചുഗീസ് രാജകുമാരനും പര്യവേഷകനുമായ ഹെൻറി സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു. സമുദ്രയാത്രകൾ, ഭൂപട നിർമ്മാണം എന്നീ മേഖലകളിൽ നാവികർക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു ഈ സ്കൂളിൻ്റെ ലക്ഷ്യം. അറ്റ്ലാന്റിക് ദ്വീപുകളുടെ കണ്ടെത്തലുകൾക്കും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പര്യവേഷണങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് കാണിക്കുന്നത്? 15-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളാണ് ഈ ഒരു മാപ്പിൽ കാണാൻ സാധിക്കുന്നത്. അമേരിക്ക എന്ന പേര് വന്നത് എങ്ങനെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ബെർത്തലോമിയോ ഡയസിനു ശേഷം ഏഷ്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു. 1492 അദ്ദേഹം വടക്കേ അമേരിക്കയുടെ സമീപത്തുള്ള ബഹാമാസ് ദ്വീപുകളിൽ എത്തിച്ചേർന്നു. താൻ കണ്ടെത്തിയ പ്രദേശം ഇന്ത്യയാണെന്ന് അദ്ദേഹം കരുതി. പിന്നീട് മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയായ അമേരിക്കോ വെസ്പുചി ഇതൊരു പുതിയൊരു ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഈ പ്രദേശത്തെ പുതിയ ലോകം എന്ന് വിളിച്ചു. 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾഡ് മുള്ളർ അമേരിക്കോ വെസ്പുചിയുടെ പേരുമായി ബന്ധപ്പെടുത്തി ഈ പ്രദേശങ്ങൾക്ക് അമേരിക്ക എന്ന പേര് നൽകി. അപ്പോൾ എങ്ങനെയാണ് അമേരിക്ക എന്ന പേര് വന്നത് എന്ന് മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇക്കാലത്തെ മറ്റ് ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ ചുവടെ നൽകുന്നു. അപ്പോൾ പര്യവേഷണങ്ങളും അത് നടത്തിയ വ്യക്തികളുമാണ് പറയുന്നത്. ബ്രസീൽ കണ്ടെത്തിയത് പെഡ്രോ അൽവാരസ് കബ്രാളാണ്. അതുപോലെ തന്നെ ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചതാരാണ്? ഫെർഡിനൻഡ് മെഗല്ലനാണ്. അതുപോലെ ന്യൂ ഫൗണ്ട്ലാൻഡ് കണ്ടെത്തിയതാരാണ്? ജോൺ കാബോട്ട് ആണല്ലേ. ഓക്കെ. ഇനി ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ സുപ്രധാനമായ നിരവധി അനന്തരഫലങ്ങൾ സൃഷ്ടിച്ചു. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ സൃഷ്ടിച്ച അനന്തരഫലങ്ങൾ? അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാന പാതയായി അറ്റ്ലാന്റിക് തീരം മാറി. തൽഫലമായി മെഡിറ്ററേനിയൻ വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്തു. അപ്പോൾ ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നീ വൻകരകളിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാതയായിട്ട് അറ്റ്ലാന്റിക് തീരം മാറി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ വാണിജ്യം തകരുകയും അറ്റ്ലാന്റിക് തീരത്തെ വാണിജ്യം വളരുകയും ചെയ്തു. അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലെ പല പ്രദേശങ്ങളും യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ കീഴിലായി. ഏഷ്യയിലെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരം യൂറോപ്യർ കുത്തകയാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. തെക്കേ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും യൂറോപ്പിലേക്ക് എത്തി. അവയുടെ ഒരു ഭാഗം ഇന്ത്യയിലേക്കും എത്തി. യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയും ഉൾപ്പെട്ട ത്രികോണ വ്യാപാരത്തിൻ്റെ വികാസം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ സ്വർണം, വെള്ളി എന്നിവ വർദ്ധിച്ച അളവിൽ യൂറോപ്പിലെത്തിയതോടെ നാണയ ഉപയോഗത്തിൻ്റെ തോത് വർദ്ധിച്ചു എന്നും പറയുന്നുണ്ട്. എന്താണ്? സ്വർണം, വെള്ളി എന്നിവ വർദ്ധിച്ച അളവിൽ യൂറോപ്പിലെത്തി. അതോടുകൂടി എന്താണ്? നാണയ ഉപയോഗത്തിൻ്റെ തോത് വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു ത്രികോണ വ്യാപാരം. എന്താണ് ത്രികോണ വ്യാപാരം? നമുക്ക് നോക്കാം. അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരത്തിൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ എത്തിച്ച് വിറ്റഴിച്ചു. അവിടെ നിന്ന് അടിമകളെ വാങ്ങി അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തിയും യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു.
ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യർ നടത്തിയ വ്യാപാരമാണ് ത്രികോണ വ്യാപാരം. അപ്പോൾ 3 ഭൂഖണ്ഡങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യർ നടത്തിയ ഇത്തരത്തിലുള്ള ഒരു വ്യാപാരത്തിനെയാണ് ത്രികോണ വ്യാപാരം എന്ന് അറിയപ്പെടുന്നത്. ക്രമേണ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ വ്യാപാരാധിപത്യം തകരുകയും നെതർലൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. ഇവിടെ മേലൊരു മാപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ആ ത്രികോണ വ്യാപാരം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ത്രികോണ വ്യാപാരത്തിൻ്റെ ഒരു പാതയാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് വായിക്കാം. ക്രമേണ എന്ത് ചെയ്തു? പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ വ്യാപാര ആധിപത്യം തകരുകയും നെതർലൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിൽ നെതർലൻഡ്സിനെ പിന്തള്ളി ഇംഗ്ലണ്ടും ഫ്രാൻസും ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും കോളനികൾ സ്ഥാപിച്ചു. സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന അമേരിക്കൻ പ്രദേശങ്ങളാണ് പിന്നീട് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെട്ടത്. കോളനിവൽക്കരണത്തിലൂടെ സാമ്പത്തിക നേട്ടം കൊയ്യുവാനുള്ള ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കിടമത്സരത്തിനാണ് പിൽക്കാല ലോകം സാക്ഷ്യം വഹിച്ചത് എന്നും പറയുന്നുണ്ട്. ഇനി വിവിധ ഭൂഖണ്ഡങ്ങളിൽ യൂറോപ്പിൽ സ്ഥാപിച്ച കോളനികളാണ് ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഒരു പട്ടികയാണ് നോക്കാനുള്ളത്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്ഥാപിച്ച കോളനികളാണ് ഈ ഒരു മാപ്പിൽ നിന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ പട്ടികയിൽ രേഖപ്പെടുത്തേണ്ടത്. നമുക്ക് നോക്കാം. പോർച്ചുഗലും സ്പെയിനും നെതർലൻഡ്സും ഫ്രാൻസും ഇംഗ്ലണ്ടും സ്ഥാപിച്ച അഥവാ ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും സ്ഥാപിച്ച കോളനികളെയാണ് ഈ ഒരു പട്ടികയിൽ പറയുന്നത്. നമുക്ക് നോക്കാം. പോർച്ചുഗൽ ഏഷ്യയിൽ സ്ഥാപിച്ച കോളനിയാണ് ഗോവ. പോർച്ചുഗൽ ആഫ്രിക്കയിൽ സ്ഥാപിച്ച കോളനിയാണ് മൊസാംബിക്കും സ്യൂത്തയും. അതുപോലെ പോർച്ചുഗൽ അമേരിക്കയിൽ സ്ഥാപിച്ച കോളനിയാണ് ബ്രസീൽ. സ്പെയിൻ ഏഷ്യയിൽ സ്ഥാപിച്ച കോളനിയാണ് ഫിലിപ്പൈൻസ്. സ്പെയിൻ ആഫ്രിക്കയിൽ സ്ഥാപിച്ച കോളനിയെ കാനറി ദ്വീപുകളാണ്. അതുപോലെ സ്പെയിൻ അമേരിക്കയിൽ മെക്സിക്കോയിലും പെറുവിലും കോളനികൾ സ്ഥാപിച്ചു. ഇനി നെതർലൻഡ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നെതർലൻഡ്സ് ഏഷ്യയിൽ ഇന്തോനേഷ്യയിൽ കോളനി, അതുപോലെ തന്നെ നെതർലൻഡ്സ് ആഫ്രിക്കയിൽ കേപ്പ് കോളനി സ്ഥാപിച്ചു. നെതർലൻഡ്സ് അമേരിക്കയിൽ സുരിനാം അതുപോലെ ന്യൂ നെതർലൻഡ് കോളനി സ്ഥാപിച്ചു. ഇനി ഫ്രാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രാൻസ് ഏഷ്യയിൽ പോണ്ടിച്ചേരിയിൽ കോളനികൾ സ്ഥാപിച്ചു. അതുപോലെ ഫ്രാൻസ് ആഫ്രിക്കയിൽ സെനഗൽ പറയുന്ന സ്ഥലത്ത് കോളനികൾ സ്ഥാപിച്ചു. ഫ്രാൻസ് അമേരിക്കയിൽ ക്യൂബെക് അഥവാ കാനഡയിൽ കോളനികൾ സ്ഥാപിച്ചു. ഇനി ഇംഗ്ലണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ഏഷ്യയിലാണെങ്കിൽ ഇന്ത്യയിലും ആഫ്രിക്കയിൽ നൈജീരിയ, കെനിയ, അമേരിക്കയിൽ ഗയാന, അമേരിക്കയിലെ 13 ഇംഗ്ലീഷ് കോളനികളുമാണ് ഇംഗ്ലണ്ട് സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു മാപ്പിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി മെർക്കന്റലിസം എന്താണെന്ന് നോക്കാം. 1499 ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയ വാസ്കോഡ ഗാമയ്ക്ക് മാനുവൽ രാജാവും രാജസഭയും മികച്ച സ്വീകരണം നൽകുന്ന വേളയിൽ രാജസഭയിലെ ഒരു അംഗമായ വിമിയോസോ പ്രഭു വാസ്കോഡ ഗാമയോട് ചോദിച്ചു, ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചരക്കുകൾ ലഭിക്കും? പകരം ഇന്ത്യക്കാർക്ക് എന്താണ് വേണ്ടത്? കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, കുന്തിരിക്കം, കസ്തൂരി എന്നിവ ഇന്ത്യയിൽ നിന്നും ലഭിക്കുമെന്നും സ്വർണം, വെള്ളി, വെൽവെറ്റ്, സ്കാർലറ്റ് തുണി എന്നിവയാണ് പകരം ഇന്ത്യക്കാർക്ക് വേണ്ടതെന്നും വാസ്കോഡ ഗാമ മറുപടി പറഞ്ഞു. തുടർന്ന് പ്രഭു ഇങ്ങനെ പ്രതികരിച്ചു, അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി വാസ്കോഡ ഗാമയും വിമിയോസോ പ്രഭുവും തമ്മിലുള്ള ഈ ഒരു സംഭാഷണമാണല്ലേ ഇത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം പ്രഭു ഇങ്ങനെ പറഞ്ഞത്? അക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയം സ്വർണവും വെള്ളിയും നേടുക എന്നതായിരുന്നു. സ്വർണവും വെള്ളിയും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന് വാസ്കോഡ ഗാമയിൽ നിന്ന് അറിഞ്ഞപ്പോഴാണ് പ്രഭു ഇത്തരത്തിൽ പ്രതികരിച്ചത്. വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പകരം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയമാണ് മെർക്കന്റലിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ വാസ്കോഡ ഗാമയും വിമിയോസോ പ്രഭുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിരുന്നു സ്വർണവും വെള്ളിയും നേടുക. അപ്പോൾ സ്വർണവും വെള്ളിയും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴാണല്ലേ പ്രഭു ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന ആ ഒരു സമയത്തെ യൂറോപ്യരുടെ ആ ഒരു സമയത്തെ സാമ്പത്തിക നയത്തിനെയാണ് നമ്മൾ മെർക്കന്റിലിസം എന്ന് പറയുന്നത്. എന്താണ് ബുള്ളിയൻ നാണയം? നമുക്ക് നോക്കാം. ഒരു കോളം കൊടുത്തിട്ടുണ്ട് ഇവിടെ. സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ടു. ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിൻ്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെടുന്നത്.
ഉദാഹരണം, ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിന്റെ മൂല്യം അതിന്റെ വിനിമയ മൂല്യമായി പരിഗണിക്കുന്നതാണ് ബുള്ളിയൻ സമ്പ്രദായം. ഈ നയപ്രകാരം ഒരു രാജ്യത്തിന്റെ കൈവശമുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും ശേഖരമാണ് ആ രാജ്യത്തിന്റെ സമ്പത്തിനെ നിർണ്ണയിക്കുന്നത്. ഈ നയം പിന്തുടർന്ന രാജ്യങ്ങൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും രൂപത്തിൽ സമ്പത്ത് ശേഖരിക്കാൻ ഉത്സാഹിച്ചു. തങ്ങളുടെ രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയ്ക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ കൈവശമുള്ള സമ്പത്ത് അഥവാ സ്വർണവും വെള്ളിയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പരമാവധി സമ്പത്ത് ആർജിക്കാനും കഴിയുമെന്നതാണ് മെർക്കന്റിലിസ്റ്റ് നയത്തിന്റെ സവിശേഷത. അപ്പോൾ സ്വർണവും വെള്ളിയും മാക്സിമം ശേഖരിക്കുക, അതുപോലെ തന്നെ തങ്ങളുടെ രാജ്യത്തുള്ള സ്വർണം വെള്ളിയും നശിപ്പിക്കാതെ കൈവശം തന്നെ വെക്കുക, ഇത്തരത്തിലുള്ള നയത്തിനെയാണ് നമ്മൾ മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ഇനി കൊളോണിയൽ നയങ്ങൾ എന്താണെന്ന് നോക്കാം. കോളനികളിൽ നിന്ന് പരമാവധി സമ്പത്ത് തങ്ങളുടെ രാജ്യങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അധീശ രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന നയങ്ങളെയും തന്ത്രങ്ങളെയുമാണ് കൊളോണിയൽ നയങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏഷ്യയിലെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാര കുത്തക അറബികളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ നയത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഈ നയപ്രകാരം കോളനികളിലെ വ്യാപാരം പോർച്ചുഗീസ് രാജാവിന്റെ കുത്തകയായി മാറി. മറ്റ് യൂറോപ്യൻ ശക്തികളെ ഈ വ്യാപാരത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനും അവർ ശ്രമിച്ചു. ഇക്കാരണത്താൽ പോർച്ചുഗീസുകാരല്ലാത്ത യൂറോപ്യരെ പോർച്ചുഗീസ് കപ്പലുകളിൽ യാത്ര ചെയ്യാൻ അവർ അനുവദിച്ചിരുന്നില്ല. സ്പെയിനും തങ്ങളുടെ കോളനികളെ രാജാവിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി അമേരിക്കയിൽ നിന്നുള്ള സ്വർണവും വെള്ളിയും സ്പെയിനിലേക്ക് പരമാവധി എത്തിക്കാൻ അവർ ശ്രമിച്ചു. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ വഴിയാണ് വ്യാപാരം നടത്തിയിരുന്നത്. എന്നാൽ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കോളനികളുമായുള്ള വ്യാപാരം രാജാക്കന്മാർ നേരിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. രാജാക്കന്മാർ വ്യാപാരത്തിലൂടെ കൈവരിച്ച സാമ്പത്തിക ലാഭം കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു അവർ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനികളാകട്ടെ അവർ സ്വന്തമാക്കിയ ലാഭം വീണ്ടും വ്യാപാരത്തിൽ തന്നെ നിക്ഷേപിച്ച് കൂടുതൽ വരുമാനം നേടുകയും ചെയ്തു. ഇത് ഇംഗ്ലണ്ടിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ബോക്സിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, നോക്കാം. മൂലധനത്തിന്റെ ഏകീകരണത്തിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ. ഇവ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് മൂലധനം ഏകീകരിക്കുകയും നിക്ഷേപത്തിന് സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ നിക്ഷേപകർക്കും ഇതിൽ ഓഹരി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഇനി കോളനിവൽക്കരണവും തദ്ദേശീയ ജനതയും. അവിടെ ഒരു ഭാഗം എന്താണ് നമുക്ക് വായിക്കാം. കപ്പലിലെത്തിയ ഞാൻ കണ്ടത് ഒന്നിച്ച് ചങ്ങലക്കിടപ്പെട്ട ദുരവസ്ഥയും ദുഃഖവും മാത്രം പ്രതിഫലിക്കുന്ന മുഖഭാവമുള്ള ഒട്ടേറെ കറുത്ത വർഗ്ഗക്കാരെയാണ്. ഡെക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട എൻ്റെ മൂക്കിൽ ജീവിതത്തിലെ ഏറ്റവും രൂക്ഷഗന്ധം അടിച്ചു കയറി. തന്മൂലം ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ മരിക്കാൻ ആശിച്ചുപോയ എന്നെ ഒരു വെള്ളക്കാരൻ മലർത്തിക്കിടത്തി കാലുകൾ ബന്ധിച്ചു. മറ്റൊരാൾ എന്നെ ഭീകരമായി ചാട്ടയടിച്ചു. ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുമിച്ച് വിലങ്ങ് വയ്ക്കപ്പെട്ട 2 പേർ ഈ ദുരിത ജീവിതത്തേക്കാൾ മരണം തിരഞ്ഞെടുത്ത് കടലിലേക്ക് എടുത്തു ചാടി. രോഗം മൂലം ചങ്ങലയില്ലാതിരുന്ന മറ്റൊരാൾ പിന്നാലെ ചാടി. അവരെ അനുഗമിക്കാൻ ആശിച്ച ഒട്ടേറെ പേർക്ക് അതിന് കഴിയാതിരുന്നത് കപ്പലധികാരികൾ തടഞ്ഞതുകൊണ്ട് മാത്രമാണ്. ആദ്യത്തെ 2 പേർ മുങ്ങി മരിച്ചു. മൂന്നാമനെ പിടികൂടിയ അധികാരികൾ മരണം ആശിച്ചതിൻ്റെ പേരിൽ അവനെ ചാട്ടയടിക്ക് വിധേയനാക്കി. ഇത് യൂറോപ്യൻ അടിമക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഒലൗദ ഇക്കിയാനോ എന്ന ആഫ്രിക്കൻ സ്വദേശിയുടെ വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചത്. യൂറോപ്യരുടെ കോളനിവൽക്കരണം തദ്ദേശീയ ജനതയുടെ മേൽ സൃഷ്ടിച്ച അനന്തരഫലങ്ങളിൽ ഒന്നാണ് ആഫ്രിക്കയിലെ അടിമത്വവും അടിമ വ്യാപാരവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പറയുന്നുണ്ട് കോളനിവൽക്കരണത്തിൻ്റെ മറ്റു ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനികളുടെ സമ്പത്ത് ഒഴുകി. തദ്ദേശീയർക്ക് തങ്ങളുടെ പ്രദേശങ്ങൾക്ക് മേലെയുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. കോളനികളിലെ തദ്ദേശീയ സംസ്കാരങ്ങൾ തകർച്ച നേരിട്ടു. കോളനികളിൽ പാശ്ചാത്യ ജീവിത രീതികളുടെ വ്യാപനമുണ്ടായി. ക്രിസ്തുമതം കോളനികളിൽ പ്രചരിക്കപ്പെട്ടു. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സ്പെയിൻകാരനായ ഹെർണൻ കോർട്ടസും സംഘവും മെക്സിക്കോയിലെ അഥവാ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് മെക്സിക്കോ, ആസ്ടെക്കുകളുടെ തലസ്ഥാനമായ ടെനോച്ടിറ്റ്ലാനിൽ എത്തിയപ്പോഴുള്ള രംഗമാണ് ചിത്രത്തിൽ കാണുന്നത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ ഈ ചിത്രം കാണാം. തദ്ദേശീയർ അവർക്ക് ഭക്ഷണവും സമ്മാനങ്ങളും നൽകുന്നു. ചിത്രത്തിൽ ഹെർണൻ കോർട്ടസിന് സമീപം നിൽക്കുന്ന തദ്ദേശവാസിയായ ഡോണ മെരീനയായിരുന്നു ദ്വിഭാഷി. ഇത്തരം ദ്വിഭാഷികളുടെ സഹായത്തോടെയാണ് യൂറോപ്യർ തദ്ദേശീയരുമായി സംവദിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്.
ഇനി നമുക്ക് നോക്കാനുള്ളത് പുതുലോകം മാറുന്ന സാമ്പത്തിക ക്രമങ്ങൾ. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തു. വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നവർ ഇതോടെ അതിസമ്പന്നരായി മാറി. ഇവരെ കച്ചവട മുതലാളിമാർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയെ കച്ചവട മുതലാളിത്തം എന്ന് വിളിക്കുന്നു. കച്ചവട മുതലാളിമാർ ഗ്രാമീണ മേഖലയിൽ താമസിച്ചിരുന്ന കൈത്തൊഴിലുകാർക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുകയും കൈത്തൊഴിലുകാർ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉൽപാദനം നടത്തുകയും ചെയ്തിരുന്നു. കൈത്തൊഴിലുകാർക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലം നൽകിയ ശേഷം ഇവർ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിറ്റഴിക്കുകയും ലാഭം നേടുകയും ചെയ്തു. ഇത്തരത്തിൽ ഉൽപാദകരുടെയും ഉപഭോക്താക്കളുടെയും ഇടനിലയിലെ മധ്യവർത്തികളായിട്ട് ആര് മാറുകയാണ് ഉണ്ടായത്? കച്ചവട മുതലാളികൾ മാറി. കോളനിവൽക്കരണത്തിലൂടെ നേടിയ സമ്പത്ത് ഉപയോഗിച്ച് ഇംഗ്ലണ്ട് വ്യവസായശാലകൾ ആരംഭിച്ച കാര്യം നമ്മൾ മുന്നേ പറഞ്ഞു. ഇങ്ങനെ സമ്പത്ത് നിക്ഷേപിച്ചവർ വ്യവസായശാലകളുടെ ഉടമസ്ഥരാവുകയും വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു. ഇതോടെ കച്ചവട മുതലാളിത്തം വ്യാവസായിക മുതലാളിത്തത്തിന് വഴിതെളിച്ചു. പിന്നീട് എന്തായിട്ട് മാറുകയാണ് കച്ചവട മുതലാളിത്തം? വ്യാവസായിക മുതലാളിത്തം അഥവാ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഇനി വ്യാവസായിക വിപ്ലവത്തിലേക്ക് എന്ന് പറയുന്ന ഭാഗമുണ്ട്, നോക്കാം. ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ യുദ്ധത്തിന്റെ അഗ്നിക്ക് വഴിമാറുന്ന വേളയിൽ ചാനലിനിപ്പുറത്ത് അഥവാ ഇംഗ്ലീഷ് ചാനലാണ് പകൽ സൂര്യനെ തടഞ്ഞുകൊണ്ടും രാത്രി ആകാശത്തെ ഭാസുരമാക്കിക്കൊണ്ടും ഇംഗ്ലണ്ടിലെ ഫാക്ടറികളിലെ ചിമ്മിനികളിൽ നിന്ന് തീയും പുകയും ഉയർന്നു തുടങ്ങി. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിലെ ഒരു ഇരുമ്പ് വ്യവസായശാലയാണ്. 18-ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഫാക്ടറികളെ കുറിച്ചുള്ള സൂചനയാണ് മുകളിൽ നൽകിയിട്ടുള്ള വിവരണത്തിലുള്ളത്. ഈ ഫാക്ടറികൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ ഉൽപാദനം നടത്തി. ഉൽപാദന മേഖലയിലേക്കുള്ള യന്ത്രങ്ങളുടെ കടന്നുവരവ് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 1780-നും 1850-നും ഇടയിൽ ഉൽപാദന രംഗത്തുണ്ടായ ഇത്തരം മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് വ്യാവസായിക വിപ്ലവം? 18-ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഫാക്ടറികളെ കുറിച്ചുള്ള സൂചന നമ്മൾ മേലെ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഫാക്ടറികൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ ഉൽപാദനം നടത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉൽപാദന മേഖലയിലേക്കുള്ള ഈ ഒരു യന്ത്രങ്ങളുടെ കടന്നുവരവ് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ 1780-നും 1850-നും ഇടയിൽ ഉൽപാദന രംഗത്തുണ്ടായ ഇത്തരം മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിന്റെ ആരംഭം എങ്ങനെയായിരുന്നു? തുണി ഉൽപാദന മേഖലയിലായിരുന്നു വ്യാവസായിക വിപ്ലവത്തിന്റെ ആരംഭം. ഇവിടെ ഒരു ബോക്സിൽ കാർഷിക വിപ്ലവം കൊടുത്തിട്ടുണ്ട്, അഗ്രേറിയൻ റവല്യൂഷൻ. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് കാർഷിക വിപ്ലവം എന്ന പദം ഉപയോഗിക്കുന്നത്. കാർഷിക വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന മാറ്റങ്ങൾ: ചെറിയ കൃഷിയിടങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയ കൃഷിയിടങ്ങളാക്കി വേലി കെട്ടി സംരക്ഷിച്ചു. വിളമാറ്റ കൃഷി ആരംഭിച്ചു. പുതിയ കാർഷികോപകരണങ്ങളുടെ ഉപയോഗം. തൽഫലമായി ഭക്ഷ്യോൽപാദനത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വ്യാവസായിക വിപ്ലവം കണ്ടിരുന്നു, അതുപോലെ തന്നെ കാർഷിക വിപ്ലവവും ഉണ്ടായിട്ടുണ്ട് 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ തന്നെ. ഇനി വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉൽപാദനം യന്ത്രാധിഷ്ഠിതമായി. മെച്ചപ്പെട്ട ഇരുമ്പുരുക്ക് സാങ്കേതിക വിദ്യ വികസിക്കുകയും തൽഫലമായി മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഊർജ്ജ സ്രോതസ്സായി ആവി ഉപയോഗിച്ചു തുടങ്ങി. ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. ഉൽപാദനം കുടിലുകളിൽ നിന്നും ഫാക്ടറികളിലേക്ക് മാറി. നമുക്ക് നോക്കാം. വ്യാവസായിക വിപ്ലവം മനുഷ്യജീവിതത്തിൽ ഗുണകരവും ദോഷകരവുമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വ്യാവസായിക വിപ്ലവത്തിന്റെ നേട്ടങ്ങളെന്നും കോട്ടങ്ങളെന്നും നമുക്ക് നോക്കാം. നേട്ടങ്ങളായിട്ട് പറയുന്നത് ഫാക്ടറികളുടെ ഉദയം, ഉൽപാദന വർധനവ്, പുതിയ തൊഴിലവസരങ്ങൾ, നഗരങ്ങളുടെ ഉദയവും വ്യാപനവും, നാഗരിക ജീവിതം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ. ഇനി നമുക്ക് വിപ്ലവത്തിന്റെ കോട്ടങ്ങൾ നോക്കാം. തൊഴിലാളികളെ ചൂഷണം ചെയ്യൽ, ദാരിദ്ര്യം, പകർച്ചവ്യാധി, സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിൽ സമയവും കുറഞ്ഞ വേതനവും, ചേരികളുടെ ഉദയം, തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായ നഗരങ്ങൾ, നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിത ജീവിതം ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വ്യാവസായിക വിപ്ലവത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമായിട്ട് പറയുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, സെന്റ് ഗിൽസ് എന്താ നോക്കാം. ലണ്ടൻ നഗരത്തിലെ സെന്റ് ഗിൽസ് ചേരി, ഒരു ചേരിയാണ് സെന്റ് ഗിൽസ്. ലണ്ടൻ നഗരത്തിലെ സെന്റ് ഗിൽസ് ചേരിയിലെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണിത്. വെടിപ്പാക്കപ്പെടാത്ത കുട്ടികൾ, നീണ്ട് ചീകി ഒതുക്കാത്ത മുടിയുള്ള കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഉടുത്ത പുകവലിക്കുന്ന ഏറെയും അയർലൻഡിൽ നിന്നു വന്ന ക്ഷീണിച്ച അവശരായ പുരുഷന്മാർ, ഷൂവും കാലുറയും ഇല്ലാത്ത മിക്കവാറും ഒരു കുഞ്ഞിനെ മാറത്ത് ചേർത്തിട്ടുള്ള അരയോട് ചേർത്ത് ഒരു വള്ളി കൊണ്ട് കെട്ടിയ ഒറ്റയുടുപ്പ് മാത്രമിട്ട സ്ത്രീകൾ, ചെന്നായ്ക്കളെ പോലെയുള്ള നായ്ക്കൾ,
ചീഞ്ഞ പച്ചക്കറികൾ വിതറിക്കിടക്കുന്ന നടപ്പാതകൾ, ഉയരം കുറഞ്ഞ വീടുകൾ, തെരുവിന് കുറുകെ തൂക്കിയിട്ടിരിക്കുന്ന ലിനൻ, ജോലിക്കിടയിൽ സ്തംഭിച്ചു പോയ ജനത, ഷൂട്ടിംഗ് ജാക്കറ്റുകളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിലും ജനൽ പാളികൾ ചാരിയും മുറ്റവും പാതയും തടസ്സപ്പെടുത്തി വിശ്രമിക്കുന്നവർ, അവർക്ക് ചുറ്റും ഉറക്കം ഒഴിഞ്ഞിട്ടെന്നോണം തളർന്ന അവശരായ ബാലന്മാർ, ബഹുജനങ്ങളും അവരുടെ ജീവനോപാധികളും തമ്മിലുള്ള ബന്ധം മുൻപൊരിക്കലും ഇത്രയ്ക്ക് മോശമായിരുന്നില്ല. അപ്പോൾ ഇതെന്താണ്? വ്യവസായവൽക്കരണത്തിൻ്റെ കോട്ടങ്ങൾ ആണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. വ്യാവസായിക മുതലാളിത്ത ചൂഷണത്തിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആശയങ്ങളും ഉയർന്നു വന്നു. ഇതിൽ സുപ്രധാനമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണവും ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥതയുമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്രബിന്ദു എന്നാണ് പറയുന്നത്. ആദ്യകാലത്ത് ഒരു സങ്കല്പമോ സ്വപ്നമോ ആയിരുന്ന സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായ ഒരു പ്രത്യയ ശാസ്ത്രമാക്കി മാറ്റിയത് ആരൊക്കെയാണ്? കാൽമാക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്നാണ്. സോഷ്യലിസത്തെ ഇത്രയും പോപ്പുലറാക്കി മാറ്റിയിട്ടുള്ളത്. ഇനി അടുത്തത് സാമ്രാജ്യത്വം. ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ മാസികയായ പഞ്ച് 1906 പ്രസിദ്ധീകരിച്ച കാർട്ടൂൺ ആണിത്. ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ റബ്ബർ ചുരുളുകളായി ബെൽജിയത്തിലെ ലിയോപോൾഡ് രാജാവ് ഒരു കോങ്കോ സ്വദേശിയെ ചുറ്റി വരിയുന്നതാണ് കാർട്ടൂണിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യമായിരുന്ന ബെൽജിയം ആഫ്രിക്കയിലെ കോങ്കോയിൽ ആരംഭിച്ച ആഫ്രിക്കയിലെ കോങ്കോയിൽ ആരംഭിച്ച റബ്ബർ കൃഷി അവിടത്തുകാരെ എങ്ങനെ ബാധിച്ചു എന്നാണ് ഈ ഒരു കാർട്ടൂണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തിനായിരിക്കാം ബെൽജിയം ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ റബ്ബർ കൃഷി ആരംഭിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. കോങ്കോയെ ഇതിന് എങ്ങനെയെല്ലാം ബാധിച്ചിരിക്കാം? ഇത്തരം നടപടികൾ സ്വീകരിച്ചത് ബെൽജിയം മാത്രമായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. വ്യവസായശാലകളിൽ ഉൽപാദനം വർദ്ധിച്ചതോടെ ഇവയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പൂർണ്ണമായും വ്യാവസായിക രാജ്യങ്ങളിൽ നിന്നു തന്നെ കണ്ടെത്താൻ കഴിയാതെ വന്നു. തൽഫലമായി ബെൽജിയം പോലുള്ള വ്യാവസായിക രാജ്യങ്ങൾ കോളനികളെ തങ്ങൾക്ക് റബ്ബർ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി. ഉൽപാദനം പരമാവധി വർദ്ധിപ്പിച്ചും വേതനം കുറച്ചും ലാഭം നേടിയെടുക്കാൻ വ്യാവസായിക മുതലാളിമാർ ശ്രമിച്ചു. വേതനത്തിലെ കുറവ് ജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള ശേഷി കുറച്ചു. തന്മൂലം ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും അതത് രാജ്യങ്ങളിൽ തന്നെ വിറ്റഴിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ വ്യാവസായിക രാഷ്ട്രങ്ങൾ വിപണികൾക്കായി അന്വേഷണം ആരംഭിച്ചു. കോളനികളിലാണ് ഇവർ ഈ വിപണികൾ കണ്ടെത്തിയത്. ചുരുക്കത്തിൽ കോളനികളെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഇടവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണികളുമായി യൂറോപ്യർ മാറ്റി. ഇതിനായി അവിടെ രാഷ്ട്രീയാധിപത്യം സ്ഥാപിച്ചു. ഇത് സാമ്രാജ്യത്വത്തിന് വഴിതെളിച്ചു എന്നാണ് പറയുന്നത്. ഇനി സാമ്രാജ്യത്വം എന്താണെന്ന് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ മേൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അധീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സാമ്രാജ്യത്വം എന്നാണ് പറയുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തോടുകൂടി ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വൻ സാമ്രാജ്യത്വ ശക്തികളായി മാറി. ലോകത്തിൻ്റെ വലിയൊരു ഭാഗം രണ്ട് ശക്തികളുടെ ആധിപത്യത്തിലായി തീർന്നു. താമസിയാതെ പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങളായി ജർമ്മനി, ഇറ്റലി, ബെൽജിയം, അമേരിക്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങളും ഉയർന്നു വന്നു. ഈ പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ കോളനികൾ വ്യാപിപ്പിക്കുവാൻ ശ്രമം ആരംഭിച്ചു. ഇത് പഴയ സാമ്രാജ്യത്വ ശക്തികളും പുതിയവരും തമ്മിലുള്ള കിടമത്സരത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് 20ാം നൂറ്റാണ്ടിലെ ലോക ചരിത്രത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കുകയും പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലൊന്നായിട്ട് പറയുന്നതാണ് ഒന്നാം ലോകയുദ്ധം. നമുക്ക് വായിക്കാം. 1992 ജൂൺ 28 ആ വർഷത്തിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ജീവനുകൾ അറുതി വരുത്തിയ ബാൽക്കൻ യുദ്ധത്തിൻ്റെ കേന്ദ്രമായി കഴിഞ്ഞിരുന്ന സരായോയിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് മിറ്റാറാൻഡ് അപ്രഖ്യാപിതവും അപ്രതീക്ഷിതവുമായ ഒരു ദ്രുത സന്ദർശനം നടത്തി. എന്തുകൊണ്ടായിരിക്കാം ഫ്രഞ്ച് പ്രസിഡന്റ് സരായോയിലേക്ക് ആ പ്രത്യേക ദിനം തിരഞ്ഞെടുത്തത്? കാരണം ജൂൺ 28 എന്നത് ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസ് ഫെർഡിനൻഡ് സരായോയിൽ വെച്ച് 1914 കൊല്ലപ്പെട്ടതിൻ്റെ വാർഷിക ദിനമായിരുന്നു. നമുക്ക് നോക്കാം. പ്രശസ്ത ചരിത്രകാരൻ എറിക് ഹോബ്സ്ബോം ഫ്രഞ്ച് പ്രസിഡന്റ് സരായോവിലേക്ക് നടത്തിയ യാത്രയെ വിവരിക്കുന്ന ഭാഗമാണിത്. 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കാരണങ്ങളിലൊന്നായ കൊലപാതകമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുത്ത ആദ്യ യുദ്ധമായിരുന്നു ഇത്. യുദ്ധത്തിലേക്ക് നയിച്ച മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കിടമത്സരം. അപ്പോൾ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാണ് സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കിടമത്സരം. സാമ്രാജ്യത്വ ശക്തികളുടെ കിടമത്സരത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. പഴയ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കൈവശമുള്ള പ്രദേശങ്ങളെ പിടിച്ചെടുത്താൽ മാത്രമേ പുതിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് തങ്ങളുടെ ഉദ്യമത്തിൽ വിജയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സാമ്പത്തിക വ്യാവസായിക രംഗങ്ങളിൽ ജർമ്മനി കൈവരിച്ച അഭൂതപൂർവമായ മുന്നേറ്റം ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും ആശങ്കപ്പെടുത്തുകയുണ്ടായി. അതുപോലെ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും പ്രദേശങ്ങൾ ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും കോളനികളായിരുന്നതിനാൽ തുർക്കിയുടെ നിയന്ത്രണത്തിലായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളിലേക്കായിരുന്നു ജർമ്മനി കണ്ണുവെച്ചത്. ഇതിനായി അവർ ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ പാത ആസൂത്രണം ചെയ്തു. ഇത് തങ്ങളുടെ സ്വാധീന മേഖലകളുടെ സുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്ക ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങൾക്കുണ്ടായി. അങ്ങനെ സംഘർഷങ്ങളും ശത്രുതയും വളർന്നു വന്നു. ഇനി എന്താണ് തീവ്രദേശീയത എന്ന് പറയുന്നുണ്ട്. സ്വന്തം രാജ്യത്തോടുള്ള അമിതവും വൈകാരികവുമായ സ്നേഹവും അതിൻ്റെ മഹത്വവൽക്കരണവുമാണ് തീവ്രദേശീയത. ഇത് പലപ്പോഴും വംശീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വംശത്തിൽപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം തങ്ങളുടേതാണ് എന്ന വാദം പല രാജ്യങ്ങളും മുന്നോട്ട് വെച്ചു. ഇതര പ്രദേശങ്ങൾ സ്വന്തമാക്കി തങ്ങളുടെ രാഷ്ട്രവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ രാഷ്ട്രങ്ങൾ വംശീയതയെ ഉപയോഗിക്കുകയായിരുന്നു. തീവ്രദേശീയത ജർമ്മനി, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അപകടകരമായ അവസ്ഥയിലേക്ക് വളർന്നു. പാൻ സ്ലാവ്, പാൻ ജർമ്മൻ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള തീവ്രദേശീയ പ്രസ്ഥാനങ്ങൾക്കുള്ള ഉദാഹരണമാണ്. അപ്പോൾ കൂടുതലായിട്ട് ഒരു തീവ്രദേശീയത എന്ന് പറയുന്നത് കൂടുതൽ അപകടകരമായത് എവിടെയാണ്? ജർമ്മനി, സെർബിയ എന്നീ രാജ്യങ്ങളിലാണ്. അതുപോലെ പാൻ സ്ലാവ്, പാൻ ജർമ്മൻ പ്രസ്ഥാനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള തീവ്രദേശീയ പ്രസ്ഥാനങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് പാൻ സ്ലാവ്, പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് നോക്കാം. പാൻ സ്ലാവ് പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണിത്. അപ്പോൾ എവിടെയുള്ള സ്ലാവ് വംശജരാണ്? കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ താമസിക്കുന്ന പ്രദേശങ്ങൾ ഏകീകരിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചൊരു പ്രസ്ഥാനമാണിത്. ബാൽക്കൻ രാജ്യമായ സെർബിയ ഇതിന് നേതൃത്വം നൽകി. ഈ പ്രസ്ഥാനത്തെ റഷ്യ പിന്തുണച്ചു. ഇനി പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണിത്. മധ്യ യൂറോപ്പിലേക്കും ബാൽക്കൺ മേഖലയിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ ഏകോപിപ്പിക്കാനുള്ള വംശജർ ഏതാണ്? ട്യൂട്ടോണിക് വംശജരാണ്. അവിടെയോ? അവിടെ പാൻ സ്ലാവ് വംശജരാണ് അവിടെ ഏകീകരിക്കാൻ ആവശ്യപ്പെട്ടതെങ്കിൽ ഇവിടെ ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുവാനാണ് ആവശ്യപ്പെടുന്നുള്ളത്. ഇനി അടുത്തത് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. കോളനികൾക്കായുള്ള മത്സരവും തീവ്രദേശീയതയും 19-ാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകളിൽ യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ഭയവും സംശയവും ജനിപ്പിച്ചു. ഇത് രാജ്യങ്ങളെ സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചു. തൽഫലമായി 2 പ്രധാന സൈനിക സഖ്യങ്ങൾ രൂപപ്പെട്ടു. അവയാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പോൾ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണ്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തിൽ വരുന്ന രാജ്യങ്ങളാണ് ജർമ്മനിയും ഇറ്റലിയും ഓസ്ട്രിയ ഹംഗറിയും. ഏതൊക്കെയാണ് ത്രികക്ഷി സഖ്യം അല്ലെങ്കിൽ ട്രിപ്പിൾ അലയൻസിലുള്ളത്? ഇറ്റലിയും ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയും. ഇനി ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആരൊക്കെയാണുള്ളത്? ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ് ആണ് ത്രികക്ഷി സൗഹാർദ്ദത്തിലെ രാജ്യങ്ങൾ. ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ 2 സഖ്യങ്ങളിൽപ്പെട്ട രാഷ്ട്രങ്ങൾ തമ്മിൽ സംഘർഷങ്ങളുണ്ടായി. ഒരു രാഷ്ട്രത്തിന്റെ അധീനതയിലുള്ള പ്രദേശമോ കോളനിയോ മറ്റൊരു രാഷ്ട്രം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പലപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിവെച്ചത്. സൈനിക സഖ്യങ്ങളിൽ അംഗമായ ഏതെങ്കിലും ഒരു രാജ്യം ഉൾപ്പെട്ട സംഘർഷങ്ങളിൽ മറ്റ് സഖ്യ അംഗങ്ങൾ കൂടി പങ്കുചേർന്നതോടെ പ്രതിസന്ധികൾ രൂക്ഷമായി തീർന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് മീറ്റാറാൻഡ് സന്ദർശനം നടത്തിയ ബോസ്നിയയുടെ തലസ്ഥാനമായ സറായോവോയിൽ വെച്ച് ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡ് കൊല്ലപ്പെട്ടത് മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. സെർബിയൻ പൗരനായ ഗാവലോ പ്രിൻസപ്പാണ് അദ്ദേഹത്തെ വധിച്ചത്. സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതിനാൽ സെർബിയയ്ക്ക് ഈ വധത്തിൽ പങ്കുണ്ടെന്ന് ഓസ്ട്രിയ ആരോപിക്കുകയാണുണ്ടായത്. തുടർന്ന് 1914 ജൂലൈ 28-ന് ഓസ്ട്രിയ ഹംഗറി സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇരുപക്ഷത്തും സഖ്യരാഷ്ട്രങ്ങൾ അണിചേർന്നതോടെ തന്നെ ഇതൊരു ലോക യുദ്ധമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ വധിക്കുന്ന രംഗം ഒരു ഇറ്റാലിയൻ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം.
ദശലക്ഷക്കണക്കിന് സൈനികർക്കും സാധാരണക്കാർക്കും ജീവഹാനി സംഭവിച്ചു. കാർഷിക വ്യവസായ മേഖലകൾ തകർന്നു. യൂറോപ്യൻ മേധാവിത്വത്തിന്റെ തകർച്ചയ്ക്ക് ആരംഭം കുറിച്ചു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണം. ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ സമഗ്രാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങി. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ട് പറയാൻ പറ്റുക. എന്തൊക്കെയാണ്? ദശലക്ഷക്കണക്കിന് സൈനികർക്കും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കും ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. കാർഷിക വ്യവസായ മേഖലകൾ തകർന്നു. യൂറോപ്യൻ മേധാവിത്വത്തിന്റെ തകർച്ചയ്ക്ക് ആരംഭം കുറിച്ചു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണം. ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ സമഗ്രാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങി. ഇനി എന്താണ് സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നാഷൻസ്? ലോക സമാധാനം സംരക്ഷിക്കുന്നതിനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും ഒരു അന്തർദേശീയ സംഘടന രൂപീകരിക്കണമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റായ വൂഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1920 ജനുവരി 10 ലോക സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിന് രൂപീകരിച്ച അന്തർദേശീയ സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. അപ്പോൾ സർവ്വരാജ്യ സഖ്യം രൂപീകരിച്ചത് എന്നാണ്? 1920 ജനുവരി 10 ഇത് രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ്? അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വൂഡ്രോ വിൽസൺ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് യൂറോപ്പിൽ സമഗ്രാധിപത്യത്തിന്റെ വളർച്ച. 2021 തന്നെ സന്ദർശിച്ച നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിജീവിത ലിദിയ മാക്സിമോവിക്സിന്റെ കയ്യിൽ അവൾ 3-ാം വയസ്സിൽ ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിൽ എത്തിയപ്പോൾ പച്ചകുത്തിയ ജയിൽ പുള്ളി നമ്പറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചുംബിച്ചു. ഓഷ്വിറ്റ്സിൽ ഡോക്ടർ ജോസഫ് മംഗലെയുടെ അതിക്രൂരമായ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ട ആ കുഞ്ഞുമാലാകയ്ക്ക് ഓരോ ദിവസവും മരണത്തിൽ നേരിൽ കാണേണ്ടി വന്നിരുന്നു. സ്വന്തം ജീവൻ പണയം വെച്ച് അവളുടെ അമ്മ ഒളിപ്പിച്ചു കടത്തിക്കൊണ്ടുവന്ന അപ്പക്കഷണങ്ങളിലാണ് ആ കൊച്ചു ജീവൻ പിടിച്ചു നിന്നത്. ഓഷ്വിറ്റ്സിൽ നിന്ന് മോചിതയായപ്പോൾ 4 വയസ്സ് മാത്രമുണ്ടായിരുന്ന അവളെ കാത്തിരുന്നതാകട്ടെ എവിടെയോ ഓടിപ്പോകാൻ നിർബന്ധിതയായിരുന്ന തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓഷ്വിറ്റ്സിലെ സ്മാരകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഓഷ്വിറ്റ്സിലെ പോളണ്ടിലാണുള്ളത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിനെ അഥവാ നാസി തടങ്കൽ പാളയം അതിജീവിച്ച ലിദിയ മാക്സിമോക്സിന്റെ ജീവിതകഥയാണ്. എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ് എന്ന പുസ്തകത്തിലാണ് അവൾ താൻ നേരിട്ട അനുഭവങ്ങളെ കുറിച്ച് വിവരിക്കുന്നത്. നാസിസത്തെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ചരിത്രം പരിശോധിക്കാം. 1-ാം ലോകയുദ്ധം യൂറോപ്പിൽ സൃഷ്ടിച്ച സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ ഫലമായി സമഗ്രാധിപത്യത്തിന് ഊന്നൽ നൽകിയ പ്രസ്ഥാനങ്ങൾ ചില രാജ്യങ്ങളിൽ ഉയർന്നു വന്നു. പൗരരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഭരണകൂടത്തിന്റെ അധികാരം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിയന്ത്രണം സ്ഥാപിക്കുന്നതാണ് സമഗ്രാധിപത്യം. ഈ ആശയ സംഹിത രാഷ്ട്രത്തെ അമിതമായി വാഴ്ത്തുകയും പൗരർ അവകാശങ്ങളില്ലാതെ രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കണമെന്ന നിലപാട് എടുക്കുകയും ചെയ്യുന്നു. സമഗ്രാധിപത്യത്തിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. ഇത് ജനാധിപത്യത്തിന്റെ നിരാസമാണ്. സോഷ്യലിസത്തോടുള്ള വിയോജിപ്പ്. സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. തീവ്ര ദേശീയതയാണ് ഇവിടെയുള്ളത്. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, യുദ്ധത്തെയും അക്രമത്തെയും മഹത്വവൽക്കരിക്കൽ തുടങ്ങിയവയെല്ലാമാണ് ഇതിൻ്റെ ഒരു സമഗ്രാധിപത്യത്തിൻ്റെ സവിശേഷതകളായിട്ട് പറയുന്നത്. 1-ാം ലോകയുദ്ധാനന്തരം ഇറ്റലിയിലും ജർമ്മനിയിലും അധികാരത്തിൽ വന്ന സമഗ്രാധിപത്യ പ്രസ്ഥാനങ്ങളാണ് നമുക്ക് നോക്കാം. എന്താണ് ഫാസിസം എന്നൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫാഷിസം? ഫാസസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നുമാണ് ഫാഷിസം എന്ന പദം രൂപം കൊണ്ടത്. റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കെട്ടുദണ്ടും അതിനു മുകളിൽ ഒരു മഴവും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇറ്റലിയിലും ജർമ്മനിയിലും വന്നിട്ടുള്ള സമഗ്രാധിപത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇറ്റലിയിൽ ഫാഷിസം എന്നറിയപ്പെടുന്നു. ജർമ്മനിയിൽ നാസിസം എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റലിയിലെ ഫാഷിസത്തിൻ്റെ സ്ഥാപകനാണ് ബെനിറ്റോ മുസോളിനി. ജർമ്മനിയിലെ നാസിസത്തിൻ്റെ സ്ഥാപകനാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഇറ്റലിയിൽ 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഫാഷിസത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിനു ശേഷമാണ് അധികാരത്തിൽ വന്നത്. കരിങ്കുപ്പായക്കാർ എന്നാണ് ഫാഷിസ്റ്റുകൾ അറിയപ്പെട്ടത്. ഇനി ജർമ്മനിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ 1923 അധികാരം പിടിച്ചെടുക്കാൻ ബെർലിനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും തുടർന്ന് തുറുങ്കിലടക്കപ്പെടുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താനുള്ള ശ്രമം ആരംഭിച്ചു. തവിട്ട് കുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷർട്ട്സ് എന്ന സൈന്യത്തിന് രൂപം നൽകി. 1933 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിൽ വരികയാണ് ഉണ്ടായത്.
കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, ജൂതർ എന്നിവരെ ഇല്ലാതാക്കാനുള്ള നയം നടപ്പിലാക്കി. ഗെസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് സേനയെ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകൾ രണ്ടാം ലോകയുദ്ധത്തിലേക്ക് നയിച്ചതായിരുന്നു. ഇനി ഫാഷിസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫാഷിസ്റ്റ് അവരുടെ മറ്റുള്ള പാർട്ടികളെയെല്ലാം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ്, തൊഴിലാളി, കർഷക പ്രസ്ഥാനങ്ങളോട് അവർക്ക് ശത്രുതയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അഡോൾഫ് ഹിറ്റ്ലറുടെയും അതുപോലെ തന്നെ ബെനിറ്റോ മുസോളിനിയുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. വീണ്ടും യുദ്ധത്തിലേക്ക്. പ്രിയപ്പെട്ട അമ്മയെ, ഞാൻ അറിയുന്ന എല്ലാവരിലും വെച്ച് എൻ്റെ അന്തിമ ചിന്തകൾ ഏറ്റവും അധികം സ്പർശിക്കാൻ പോകുന്നത് അമ്മയെ ആയിരിക്കുമെന്ന് എനിക്കറിയാവുന്നതിനാൽ അവ ഞാൻ അമ്മയോട് തന്നെ പങ്കുവെക്കട്ടെ. എൻ്റെ വിധി ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതിനാൽ എൻ്റെ മരണത്തിന് ആരെയും കുറ്റപ്പെടുത്തരുത്. അമ്മയ്ക്ക് എന്താണ് എഴുതേണ്ടത് എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ശരിയായി ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഉചിതമായ വാക്കുകൾ കിട്ടുന്നില്ല. സ്വാതന്ത്ര്യ പോരാട്ടത്തിലെ എൻ്റെ പങ്കാളിത്തം ഞാൻ സ്വയം തിരഞ്ഞെടുത്തതാണ്. വിജയം അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ പക്ഷേ ഞാൻ മരിക്കുകയാണ്. സ്പാർട്ടക്കോ ഫോണ്ടനോട്ട് എഴുതിയതാണിത്. ഫ്രഞ്ച് ലിബറേഷൻ ആർമിയിലെ ഇറ്റാലിയൻ സന്നദ്ധ സൈനികനായിരുന്ന സ്പാർട്ടക്കോ ഫോണ്ടനോട്ട് മരണത്തിന് മുൻപ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അയച്ച കത്താണിത്. അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടത് രണ്ടാം ലോകയുദ്ധത്തിലാണെന്ന് പറയുന്നുണ്ട്. 1939 മുതൽ 1945 വരെയാണ് ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു യുദ്ധത്തിൻ്റെ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് നോക്കാം. അതിലൊന്നാമത് പറയുന്നതാണ് വേഴ്സായ് ഉടമ്പടി. വേഴ്സായ് ഉടമ്പടി എന്താണെന്ന് നോക്കാം. ഒന്നാം ലോക യുദ്ധാനന്തരം സഖ്യകക്ഷികളുമായി ജർമ്മനി ഒപ്പുവെച്ച സമാധാന സന്ധിയാണ് വേഴ്സായ് ഉടമ്പടി. അതിൻ്റെ വ്യവസ്ഥകളാണ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ വിത്തുകൾ പാകിയത്. ഈ ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് കോളനികളും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. ജർമ്മനിയെ നിരായുധീകരിക്കുകയും യുദ്ധപ്പിഴയായി വൻ തുക ജർമ്മനിയുടെ മേൽ ചുമത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ രണ്ടാം ലോക യുദ്ധം വേഴ്സായ് ഉടമ്പടിയോടും അതിൻ്റെ ശില്പികളോടുമുള്ള ജർമ്മൻ കലാപമായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ വേഴ്സായ് ഉടമ്പടിയുടെ ശില്പികളാണ് ഡേവിഡ് ലോയിഡ് ജോർജ് ഇംഗ്ലണ്ടിൽ നിന്ന്, ജോർജ് ക്ലെമൻസോ ഫ്രാൻസിലെ, വുഡ്രോ വിൽസൺ അമേരിക്ക. വേഴ്സായ് ഉടമ്പടിയുടെ ശില്പികളാണിവർ. ഇനി സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പരാജയമാണ് പറയുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും പരിഹരിക്കാനോ അന്തർദേശീയ നിരായുധീകരണം നടപ്പിലാക്കാനോ ഒന്നാം ലോക യുദ്ധാനന്തരം രൂപം കൊണ്ട സർവ്വരാജ്യ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും ആക്രമണ പരമ്പരകളുമായി മുന്നോട്ടു പോയപ്പോൾ നടപടിയെടുക്കുന്നതിൽ സർവ്വരാജ്യ സഖ്യം പരാജയപ്പെട്ടു. ഇനി സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സാമ്രാജ്യത്വ കിടമത്സരം ചുവടെ കൊടുത്തിരിക്കുന്ന സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിവെച്ചു. നമ്മൾ ഒന്നാം ലോക യുദ്ധത്തിൽ കണ്ടിരുന്നു. ഇതിപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിലെ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണമാണ് പറയുന്നത്. അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുമാണ് ഇവിടെയുള്ളത്. അവിടെ എന്തായിരുന്നു? ഒന്നാം ലോക യുദ്ധത്തിൽ ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം ആയിരുന്നെങ്കിൽ ഇവിടെ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുമാണ്. അച്ചുതണ്ട് ശക്തികൾ അഥവാ ആക്സിസ് പവേഴ്സിൽ ആരൊക്കെയാണുള്ളത്? ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും. സഖ്യശക്തികൾ അഥവാ അലൈഡ് പവേഴ്സിൽ ആരൊക്കെയാണുള്ളത്? ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ്. ഇനി മ്യൂണിച്ച് ഉടമ്പടി പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്യയിലെ ഏറ്റവും വ്യവസായവൽകൃത പ്രദേശമായ സുഡറ്റൻ ലാൻഡിന് മേൽ അവകാശവാദം ഉന്നയിച്ചു. ഒരു വലിയ വിഭാഗം ജർമ്മൻ ജനത ഇവിടെ താമസിക്കുന്നുവെന്നായിരുന്നു ഹിറ്റ്ലറുടെ ഈ വാദത്തിൻ്റെ അടിസ്ഥാനം. ഹിറ്റ്ലറുടെ ഈ വാദത്തെ പ്രതിരോധിക്കുന്നതിന് പകരം ഫ്രാൻസും ബ്രിട്ടനും 1938 ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് വിട്ടു നൽകി. ഈ ഉടമ്പടിയാണ് മ്യൂണിച്ച് ഉടമ്പടി. ഈ ഉടമ്പടിക്ക് ചെക്കോസ്ലോവാക്യയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ല. അവരെ പിന്തുണച്ച സോവിയറ്റ് യൂണിയനെ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളിവിടെ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും കണ്ടല്ലോ. പിന്നീട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും സഖ്യശക്തികളുടെയാണ് ഭാഗമായിട്ട് മാറിയത്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും സഖ്യശക്തികളുടെ ഭാഗമായി മാറുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് പ്രീണന നയം എന്താണെന്ന് നോക്കാം. പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്, പ്രീണന നയം എന്താണെന്ന് നോക്കാം. റഷ്യൻ വിപ്ലവാനന്തരം നിലവിൽ വന്ന സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകത്ത് വ്യാപിപ്പിച്ചു. ഇത് പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളെ ഭയപ്പെടുത്തി. തൽഫലമായി അവർ സോവിയറ്റ് യൂണിയനെ ശത്രുവായി കണ്ടു. ഫാഷിസ്റ്റ് ആക്രമണത്തെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള ഉപാധിയായി അവർ കരുതി. മ്യൂണിച്ച് ഉടമ്പടി പാശ്ചാത്യ പ്രീണനത്തിൻ്റെ സുപ്രധാന ഉദാഹരണമാണ് എന്ന് പറയുന്നുണ്ട്. ഈ പ്രീണന നയങ്ങൾ ഹിറ്റ്ലർക്ക് ആത്മവിശ്വാസം നൽകുകയും അദ്ദേഹം ആക്രമണ പരമ്പരകൾ നിർബാധം തുടരുകയും ചെയ്തു. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നതോടുകൂടിയാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാണ് രണ്ടാം ലോക യുദ്ധം ആരംഭിക്കുന്നത്? 1939 സെപ്റ്റംബർ 1 എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നതോടു കൂടിയാണ്.
അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. മ്യൂണിച്ച് ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നെവിൻ ചേംബർലിൻ നമ്മുടെ കാലഘട്ടത്തിന്റെ സമാധാനം എന്ന ഉടമ്പടിയെ വാഴ്ത്തിക്കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യുദ്ധത്തിന്റെ ഫലങ്ങൾ നോക്കാം. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. ലോകമാകെ ഭക്ഷ്യക്ഷാമവും പകർച്ചവ്യാധിയും വ്യാപിച്ചു. യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു. കോളനിവൽക്കരണത്തിനും സാമ്രാജ്യത്വത്തിനും തിരിച്ചടിയേറ്റു. യൂറോപ്പിന്റെ ആധിപത്യം അവസാനിച്ചു. ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ടു. ഇറ്റലിയിലും ജർമ്മനിയിലും സമഗ്രാധിപത്യം അവസാനിച്ചു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ സ്വാതന്ത്ര്യം നേടി. ആഗോള ശക്തികളായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഉയർന്നു വന്നു. ഇത്രയും കാര്യങ്ങളാണ് യുദ്ധത്തിന്റെ ഫലങ്ങളായിട്ട് പറയുന്നത്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം ലോക സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി രൂപം കൊണ്ട അന്തർദേശീയ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. 1945 ഒക്ടോബർ 24 ഇത് നിലവിൽ വന്നത്. ഇനി യുദ്ധാനന്തര ലോകം നോക്കാം. സാമ്പത്തിക താൽപ്പര്യങ്ങളായിരുന്നു യൂറോപ്യൻ ശക്തികളുടെ സാമ്രാജ്യത്വ കിടമത്സരത്തിനും രണ്ട് ലോകയുദ്ധങ്ങൾക്കും കാരണമായതെന്ന് നിങ്ങൾ കണ്ടല്ലോ. രണ്ടാം ലോകയുദ്ധത്തിന്റെ അവസാനത്തോടെ പരസ്പരം പോരടിച്ചിരുന്ന യൂറോപ്യൻ ശക്തികൾ അപ്രസക്തരായി തീർന്നു. അമേരിക്കൻ ഐക്യനാടുകളും സോവിയറ്റ് യൂണിയനും വിപരീത സാമ്പത്തിക നയങ്ങൾ പിന്തുടർന്നു. അമേരിക്ക മുതലാളിത്ത നയങ്ങളും സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് നയങ്ങളുമാണ് സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങളും പരസ്പരം ഭയക്കുകയും സ്വന്തം ആശയങ്ങൾ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇവർ തമ്മിലുള്ള ഈ ശീതസമരം അരനൂറ്റാണ്ടോളം നീണ്ടുനിന്നു എന്ന് പറയുന്നുണ്ട്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെയാണ് ഈ ഒരു ശീതസമരം അവസാനിച്ചത്. രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഇതോടെ മുതലാളിത്ത ആശയങ്ങൾ പിന്തുടർന്ന അമേരിക്ക സമ്പത്ത് ആർജിക്കുന്നതിനായി പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചു. പുതിയതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് വായ്പ നൽകി അവയെ പരോക്ഷമായി ചൂഷണം ചെയ്തു. ഇത് മറ്റൊരു തരം കോളനിവൽക്കരണമായിരുന്നു. ഈ നയമാണ് നിയോ കൊളോണിയലിസം എന്ന് അറിയപ്പെട്ടിരുന്നത്. പുത്തൻ കൊളോണിയൽ നയം ധനമുതലാളിത്തത്തിലൂടെയാണ് നടപ്പിലാക്കിയിരുന്നത്. ഈ ഒരു പുത്തൻ കൊളോണിയൽ നയം ധനമുതലാളിത്തം അഥവാ ഫിനാൻസ് ക്യാപിറ്റലിസത്തിലൂടെയാണ് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ശീതസമരത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ബോക്സിൽ. രണ്ടാം ലോക യുദ്ധാനന്തരം മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്കയുടെയും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ പിന്തുടർന്ന ആശയപരമായ ഏറ്റുമുട്ടലാണ് ശീതസമരം. ഇത് പ്രത്യക്ഷ യുദ്ധത്തിന്റെയോ സമാധാനത്തിന്റെയോ കാലമായിരുന്നില്ല. ഈ രണ്ട് ചേരിയിലും പെടാത്ത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ചേരിചേരാ പ്രസ്ഥാനം. സൈന്യവും യുദ്ധവും കൂടാതെ ലോകം മുഴുവനും സ്വാധീനം ചെലുത്താൻ ധനമുതലാളിത്തം വൻകിട സ്ഥാപനങ്ങൾക്ക് അവസരമൊരുക്കുന്നു. ഇത്തരം സ്ഥാപനങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ മുതൽ മുടക്ക് നടത്തി ലാഭം കൊയ്യുന്നു. ധനമുതലാളിത്തം വൻ ലാഭം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരും പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവരും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്ന വിഭവങ്ങൾ നഷ്ടമാവുകയും അവ ഏതാനും ചില മുതലാളിമാരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. അനിയന്ത്രിതമായ വിഭവ ചൂഷണം പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. 15-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് രൂപപ്പെട്ട സാമ്പത്തിക ക്രമങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതിനു മുന്നേ നമുക്കൊരു ബോക്സ് ഉണ്ട്, നമുക്ക് നോക്കാം എന്താണ് ധനമുതലാളിത്തം. ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ധനമുതലാളിത്തം. വ്യാവസായിക ഉൽപാദനത്തെക്കാളും ജനക്ഷേമത്തെക്കാളും ഈ ഘട്ടത്തിൽ പ്രാധാന്യം സാമ്പത്തിക കൈമാറ്റങ്ങൾക്കാണ്. ബാങ്കുകളും ഓഹരി വിപണിയും നിക്ഷേപ സ്ഥാപനങ്ങളും ഈ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഉൽപാദനമോ സാങ്കേതിക വിദ്യാ പരിഷ്കാരമോ ഇല്ലാതെ തന്നെ വളരെയധികം സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിന് ഈ ഒരു സംവിധാനത്തിൽ അവസരം ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ എന്താണ് ചർച്ച ചെയ്തത്? 15-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് രൂപപ്പെട്ട സാമ്പത്തിക ക്രമങ്ങളെ പറ്റിയാണ് അല്ലേ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. പുതിയ സാങ്കേതിക വിദ്യകളും അതിനോട് ബന്ധപ്പെട്ട് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളുമാണ് ഈ ഒരു സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായത്. 5 നൂറ്റാണ്ടുകൾ കൊണ്ട് മുതലാളിത്തം പല ഘട്ടങ്ങളിലൂടെ വികസിച്ചു. ഇത് ലോക ചരിത്രത്തെ എത്ര ആഴത്തിൽ സ്വാധീനിച്ചു എന്നും കോടാനുകോടി ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ സ്പർശിച്ചു എന്നും ഈ അധ്യായത്തിൽ നിന്നും വ്യക്തമാകുന്നു. ചരിത്രഗതിയെ നിർണ്ണയിക്കുന്നതിൽ സാമ്പത്തിക ഘടകങ്ങൾക്കും സംവിധാനങ്ങൾക്കുമുള്ള പങ്ക് അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മുതലാളിത്ത താൽപ്പര്യങ്ങൾക്ക് മുൻപിൽ മാനവിക മൂല്യങ്ങൾക്കുണ്ടായ തകർച്ചയ്ക്കും ഈ ഒരു കാലം സാക്ഷ്യം വഹിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ ഓൾ, താങ്ക് യു.